ഇന്ന് ഈ പ്രഭാ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ചിക്കാഗോ പ്രയർ ലൈൻ ഈ ആ, ഇതിനോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ആരാധിക്കുവാൻ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടിയനും ആമേൻ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിൽ ജോൺ മൻസൽ സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ ELTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് ദൈവവചനം പഠിക്കാനൊക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദേവദാസനെ ഓർപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ഹിന്ദി മീറ്റിംഗില് ഞാൻ ഈ ദൈവദിനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ആമേൻ. എല്ലാവരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോൺസൺ സാർ പറഞ്ഞതുപോലെ ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. 1986 ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത് 2019 32 വർഷത്തെ സേവനത്തിന് ശേഷം 2019 റിട്ടയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജമ്മു കാശ്മീർ വെച്ച് എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സിറിയൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ആമേൻ ജമ്മുവിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കിയത്. ആ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ലഭിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ഇന്നുവരെയും സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തുന്നു. ആമേ കുടുംബമായി പരിപാലിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നു. ഓർപ്പിച്ചതുപോലെ ആമേൻ ദൈവത്തിന് സ്തോത്രം. ചില വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി 52 വാർഡ്, വേറൊരു മാരാരിക്കുളം എന്ന് പറയുന്ന തെക്ക് പഞ്ചായത്തിന്റെ 23 വാർഡ്, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞങ്ങൾ 13ാമത്തെ വാർഡിലേക്കാണ്. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ച തോറും ഞങ്ങൾ പരസ്യവുമായി ഞങ്ങൾക്കൊരു ടീമുണ്ട്. സഭാവ്യത്യാസമില്ലാതെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആലപ്പുഴ മുഴുവൻ സുവിശേഷീകരിക്കപ്പെടണം. വീടുകൾ കയറി ഇറങ്ങി ട്രാക്റ്റുകൾ കൊടുക്കുന്നു, സുവിശേഷങ്ങൾ പറയുന്നു, പരസ്യങ്ങൾ പ്രസംഗിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തെല്ലാം ആമേൻ പോയി കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് വാർഡ് മെമ്പർമാരെ എല്ലാം വിളിച്ച് സ്ഥലങ്ങളെല്ലാം ഉറപ്പുവരുത്തി തലേദിവസം പോയി സ്ഥലങ്ങളെല്ലാം കണ്ട് ആമേൻ വ്യാഴാഴ്ച ദിവസം രാവിലെ ഞങ്ങൾ 9 മണിക്ക് ഞങ്ങളുടെ പരസ്യയോഗം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കർത്താവിന്റെ വചനം ദേശത്ത് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വാഹനം, സിസ്റ്റം എല്ലാം ഉണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്കെല്ലാം ദാനമായി നൽകിയിരിക്കുന്നു. കർത്താവ് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സമയം മുഖവരെയായിട്ട് പറഞ്ഞ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്തും നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ ആമേൻ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആമേൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കുറിവാക്യമായിട്ട് ഒരു ദൈവവചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17ാം വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ആമേൻ. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ രണ്ടുപേരും മധ്യസ്ഥന്മാരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മോശ ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനാണെങ്കിൽ ആമേൻ യേശു ക്രിസ്തു കൃപയുടെയും സത്യത്തിന്റെയും പുതിയ നിയമ മധ്യസ്ഥനാണ്.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അധ്യായങ്ങൾ 5, 8 അധ്യായങ്ങളൊക്കെ ഇവിടെ എല്ലാം നാം കാണുന്നത് യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന തലക്കുറി എന്ന് പറയുന്നത് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നാം ചില മിനിറ്റുകൾ നാം ഒന്ന് ചിന്തിക്കും. ആമേൻ. എന്താണ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മളോട് കാണിച്ച മഹാസ്നേഹവും കരുണയും ഓർക്കുമ്പോൾ ആമേൻ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി ആമേൻ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഇത്രയും മഹാസ്നേഹം കർത്താവ് നമ്മളോട് കാണിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 13 തരത്തിലുള്ള വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 13 തരത്തിൽ ഉള്ള ചിന്തയുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ആമേൻ 2-3 ആമേൻ വ്യത്യാസങ്ങൾ നാം ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആമേൻ നമ്മൾ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ ന്യായപ്രമാണവും ആമേൻ ഹല്ലേലൂയ കൃപയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ ആമേൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ് ന്യായപ്രമാണം? ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ന്യായപ്രമാണം? ഹല്ലേലൂയ. അത് ചട്ടങ്ങളും കൽപ്പനകളുമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്നാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ തൊട്ടടുത്ത് നമ്മൾ പിന്നെ കാണുന്നത് അത് വേണം, ചെയ്യണം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാല് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കണം, നിന്റെ അപ്പനെ അമ്മയെയും ബഹുമാനിക്കണം. ആമേൻ. ചിലത് ചെയ്യണമെന്ന് പറയുന്നു, ചിലത് അരുതെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇത് ആമേൻ ന്യായപ്രമാണം എന്ന് നാം ഇവിടെ പഠിക്കുമ്പോൾ അത് ചട്ടങ്ങളാണ്, അത് കൽപ്പനകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എന്താണ് കൃപയുടെ കൃപ? എന്താണ്? ആമേൻ. അത് ചട്ടങ്ങളും ആമേൻ കൽപ്പനകളുമാണ് ന്യായപ്രമാണമെങ്കിൽ കൃപ എന്താണ്? ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഏത് വായും ആമേൻ അടഞ്ഞ് ഹല്ലേലൂയ, അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ അതുക്ക് മുന്നേ ഈ 2 കൊരിന്ത്യർ 5:20 ഒന്ന് വായിക്കാം. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം ലേഖനം 5:20 വായിച്ചിട്ട് അടുത്തതിലേക്ക് ഒന്ന് കിടക്കാം. 5:20 വായിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പറയുകയാണ്. ആമേൻ. ഇവിടെ കൽപ്പിക്കുകയല്ല. ഒന്ന് ന്യായപ്രമാണം കൽപ്പനകളും ചട്ടങ്ങളുമാണെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് എന്താണ് കൃപ? കൃപ എന്ന് പറഞ്ഞാൽ ഇവിടെ കൽപ്പിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറയുകയാണ് ആമേൻ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പറയുകയാണ്
നിങ്ങൾ ആമേൻ ഹല്ലേലൂയ എന്താണ് ദൈവത്തോട് നിരന്നുകൊള്ളുക. ആമേൻ എന്താണ് അപേക്ഷിക്കുന്നത് ഇവിടെ? ആമേൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുക. അപേക്ഷയാണ്. ആമേൻ ന്യായപ്രമാണം കൽപ്പനകളും ചട്ടങ്ങളുമാണെങ്കിൽ ആമേൻ കൃപ പറയുന്നത് ദൈവത്തോട് എന്താണ് ആ അപേക്ഷ? നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് ആ അപേക്ഷ? ദൈവത്തോട് നിരന്നുകൊള്ളുക. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് നിരന്നുകൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് കൽപ്പനകളും ചട്ടങ്ങളും എന്ന് പറയുന്ന ആമെ ചെയ്യരുത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ആമെ ന്യായപ്രമാണം. അങ്ങനെ ആ ഒരു കൽപ്പന നിൽക്കുമ്പോൾ ആമെ കൃപ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്താണ് അപേക്ഷ? ദൈവത്തോട് നിരന്നുകൊള്ളുക. രണ്ടാമത്തെ വ്യത്യാസം റോമാലേഖനം 3-ാം അധ്യായം നേരത്തെ വായിച്ചത് തന്നെയാണ്. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. എന്താണ് ന്യായപ്രമാണം? രണ്ടാമത്തെ വ്യത്യാസം ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ളത്. റോമാലേഖനം 3:19 ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഹല്ലേലൂയ. എന്താണ് ന്യായപ്രമാണം? ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഒറ്റ വ്യക്തിയെയും വിടുകയില്ല, സകലരെയും ശിക്ഷിക്കുകയാണ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ആമേൻ ഹല്ലേലൂയ. സകലരെയും ശിക്ഷിക്കുകയാണ്. ന്യായപ്രമാണം ആര് ലംഘിക്കുന്നുവോ അവർ ശിക്ഷായോഗ്യരാണ്, ന്യായപ്രമാണം ലംഘിച്ചാൽ. എന്നാൽ കൃപയുടെ വ്യത്യാസം എന്താണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. എന്താണ് കൃപയുടെ വ്യത്യാസം? 1:7. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട്. പറയുകയാണ്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. കൃപയുടെ പ്രത്യേകത പറയാണ്, പാപം ചെയ്യുന്നവരെ ന്യായപ്രമാണം ശിക്ഷിക്കുമ്പോൾ കൃപ പറയുന്നു, അവനിൽ നമുക്ക് എന്തുണ്ട്? അതിക്രമങ്ങളുടെ മോചനമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പാപക്ഷമയാണ്, മോചനമാണ്. പാപക്ഷമയുടെ മോചനമാണ്, അതിക്രമങ്ങളുടെ മോചനമാണ്. അതിക്രമങ്ങളുടെ മോചനം. 2 പദങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ഒന്ന് അകൃത്യം, 2 അതിക്രമം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താണ് അകൃത്യം? എന്താണ് അതിക്രമം? പലപ്പോഴും ഇത് രണ്ടും നന്നായി അത് തിരിച്ചു മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്താണ് അകൃത്യം? ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് കൃത്യമില്ലാത്ത കാര്യങ്ങൾ ലക്ഷ്യം പിഴച്ച് തെറ്റിപ്പോകുന്നതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നാല് എന്താണ് അകൃത്യം? ഇത് രഹസ്യപാപമാണ്. അകൃത്യം എന്ന് പറയുന്നത് രഹസ്യപാപമാണ്. അത് ഹൃദയത്തിൽ ജനിക്കുന്നതാണ്. രഹസ്യപാപമാണ്, അത് ഹൃദയത്തിൽ ജനിക്കുന്നതാണ്. അത് ഞാൻ തെളിയിക്കാം. സങ്കീർത്തനം 90:8 പറയുന്നു, നീ ഞങ്ങളുടെ അകൃത്യം നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലും ഇരിക്കുന്നു. ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ പോകുന്നിടത്തെല്ലാം ഇതൊന്ന് വകതിരിച്ച്
ആമേൻ ഒന്ന് വ്യത്യാസപ്പെടുത്തി, ആമേൻ ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് വേറിട്ട് അതിന്റെ പദങ്ങൾ മാറ്റി മാറ്റി അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. കാര്യം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പലർക്കും ഇത് ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഒന്നും വായിച്ചങ്ങ് വിടുകയാണ്. പറയുകയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയാണ്, യഹോവേ ഞങ്ങളുടെ അകൃത്യം നിന്റെ മുൻപിലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അകൃത്യം എന്ന് പറയുന്നത് രഹസ്യ പാപമാണ്. ആരും കാണുന്നില്ല, ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇവിടെ സങ്കീർത്തനക്കാരൻ തനിക്ക് ലഭിച്ച വെളിപ്പാടിൽ പറയുകയാണ്, ഞങ്ങളുടെ അകൃത്യം നിന്റെ മുൻപിലാണ്. ആമേൻ. ആരും കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, മാതാപിതാക്കൾ കാണുന്നില്ല, മക്കൾ കാണുന്നില്ല, ആത്മീയ ഗുരുക്കന്മാർ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറയാണ്, അത് നിന്റെ ആമേൻ മുൻപിലാണ്. അതിലും വളരെ ഗഹരായി എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് അടുത്ത പദം എന്നറിയാമോ? യഹോവേ ഞങ്ങളുടെ അകൃത്യം നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ, നമ്മൾ ആരും ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ദേശവിദേശങ്ങളിൽ ഇരുന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിന്റെ മുഖപ്രകാശം എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, കർത്താവിന്റെ മുഖത്തിന്റെ മുൻപിലാണ്. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ദൈവമക്കൾക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലതും ചെയ്തു കൂട്ടുന്നു, പക്ഷേ എന്നെ കാണുന്ന ഒരുവനുണ്ട്, അവന്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്ന് ഹല്ലേലൂയ നാം അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹല്ലേലൂയ ആകുന്നു. ഹൃദയത്തിന്റെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീരുന്നില്ല. ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. എന്നിട്ട് പറയാണ്, അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ആരുമായിട്ട്? എന്റെ രഹസ്യങ്ങളെ പരസ്യമായി കാണുന്നവനുമായിട്ടത്രേ കാര്യമുള്ളത്. അപ്പോൾ ദൈവത്തിന് അകൃത്യം എന്ന് പറഞ്ഞാൽ അത് രഹസ്യ പാപമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 66:18 വായിക്കുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം കേൾക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ. അപ്പോൾ അകൃത്യം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ ജനിക്കുന്നതാണ്. ആർക്കും കാണാൻ പറ്റാത്തതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ ആരും കാണാത്തത് എവിടെയാണ്? ഹൃദയത്തിനകത്ത് ഉത്ഭവിക്കുന്ന പാപമാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. ആദ്യം ഹൂവമാരിൽ ഉണ്ടായ പാപം എന്താണ്? ഈ അകൃത്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഹൃദയത്തിൽ ദൈവത്തെ അവിശ്വസിച്ചു. ഹൃദയത്തിൽ അവിശ്വാസം എന്ന പാപമുണ്ടായി. അതാണ് പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് അവിശ്വാസമുണ്ടായി. അത് പ്രവൃത്തിപദത്തിൽ രൂപത്തിൽ, ലംഘന രൂപത്തിൽ അത് വന്നു. ഹല്ലേലൂയ. രഹസ്യ പാപം അകൃത്യമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ കരുതുന്നതാണ്. അത് അവിശ്വാസമാണ്. സകല മനുഷ്യരിലും ഈ രണ്ട് പാപമുണ്ട്. ഏതെല്ലാം? അതിക്രമം എന്ന് പറയുന്നതും അകൃത്യമെന്ന് ബൈബിൾ ഭാഷയിൽ പറയുമ്പോൾ ഭാരതീയർ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ജന്മപാപം, രണ്ട്
കർമ്മപാപം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അകൃത്യം എന്നാൽ ജന്മപാപം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 51:5 വായിക്കുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, ആമേൻ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉരുവായതിനെ ആരെങ്കിലും കണ്ടോ? അത് രഹസ്യത്തിലാണ് ഉരുവായത്. സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാതെ. ഹല്ലേലൂയ. പിന്നെ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആമേൻ. എന്നാൽ അകൃത്യം എന്ന് പറയുന്നത് ഉള്ളിൽ, ഹൃദയത്തിനുള്ളിൽ രഹസ്യത്തിൽ ജനിക്കുന്നതാണ്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ അകൃത്യത്തിലാണ് ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അതിക്രമം, അകൃത്യം എന്ന് പറഞ്ഞാൽ രഹസ്യപാപമാണെങ്കിൽ അതിക്രമം എന്താണ് അതിക്രമം? ഹൃദയത്തിൽ ജനിച്ച അകൃത്യമെന്ന രഹസ്യപാപം, ആമേൻ, ഹല്ലേലൂയ, അത് പ്രവൃത്തിയുടെ രൂപത്തിൽ വെളിപ്പെടുന്നതാണ് അതിക്രമം. ദൈവത്തിന് സ്തോത്രം. അകൃത്യം ഉള്ളിൽ ജനിച്ചു, ആമേൻ, പക്ഷേ അത് പ്രവൃത്തിപദത്തിൽ, കൈകളിലൂടെ, കാലുകളിലൂടെ, മൈൻഡുകളിലൂടെ പ്രവൃത്തിപദത്തിൽ വെളിപ്പെടുന്നു. അതാണ് അതിക്രമം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, മോശയുടെ ന്യായപ്രമാണത്തിന്റെ വലിയ പ്രത്യേകത അകൃത്യം ശിക്ഷിക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. പലപ്പോഴും ഇത് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ, ആമേൻ, അതിക്രമത്തിന് മാത്രമേ, ആമേൻ, ശിക്ഷയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലംഘിക്കുക, ആമേൻ. പക്ഷെ അകൃത്യത്തിന് ശിക്ഷയില്ല. അകൃത്യത്തിന് എന്തുകൊണ്ട് ശിക്ഷയില്ല? അകൃത്യം കാണാൻ പറ്റില്ല. അകൃത്യം ഉള്ളിലാണ് ജനിക്കുന്നത്. പക്ഷേ മോശ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മോശയുടെ ന്യായപ്രമാണത്തിൽ ആരെങ്കിലും ലംഘിച്ചാൽ, ലംഘിക്കുന്നവന് അതിനനുസരിച്ചുള്ള ശിക്ഷയുണ്ട്. ആമേൻ. ശിക്ഷാ നടപടിയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതിക്രമത്തിന് ശിക്ഷയില്ല. എന്തുകൊണ്ട് പ്രിയരെ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മോശയ്ക്ക് കാണാൻ കഴിയാത്തൊരു പാപമുണ്ട്. ഈ മോശയ്ക്ക് കാണാൻ കഴിയാത്ത, കാണുന്നതിനാണല്ലോ ശിക്ഷ. മോശയ്ക്ക് കാണാൻ കഴിയാത്ത പാപം എന്താണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയ്ക്ക് കാണുവാൻ, ആമേൻ, ഹല്ലേലൂയ, കഴിയാത്തൊരു പാപമുണ്ട്. ആമേൻ. 10 കൽപ്പനകൾ നമ്മൾ പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ 10 കൽപ്പനകൾ വായിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോഹം എന്ന് പറയുന്ന ഒരു സംഭവം. ആമേൻ, ഹല്ലേലൂയ. മോഹിക്കരുത്. അത് കത്തോലിക്കരൊക്കെ, ഞാന് ക്രിസ്ത്യൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് എനിക്കറിയാം. ഈ ആദ്യ കുർബാന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് 10 കൽപ്പനകൾ പഠിപ്പിക്കും. ഈ 10 കൽപ്പനകൾ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ മുകളിൽ തൊട്ട് ചിലതെടുത്ത് മാറ്റിയിട്ടുണ്ട്. 2-ാം കൽപ്പന ബൈബിളിലെ ഒന്നിനെയും മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ സ്വരൂപം അത് അവരെടുത്ത് മാറ്റി. എന്നിട്ട് അവർ 10 തികച്ച എങ്ങനെയാ ചോദിച്ചാൽ, ഈ 17-ാം വാക്യത്തിൽ കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, 9-ാം കൽപ്പന. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, 10-ാം കൽപ്പന. അങ്ങനെയാണ് അവർ 10 തികച്ചത്. പക്ഷേ ബൈബിളിൽ കിടക്കുന്നത് ഒറ്റ വാക്യത്തിൽ, ആമേൻ, ഒരു കൽപ്പന, മോഹം എന്ന് പറയുന്ന ഒരു കൽപ്പന. അത് അന്യന്റെ ഭാര്യയായാലും ശരി, അത് വസ്തുക്കളായാലും ശരി, മോഹം എന്ന് പറയുന്ന, ആമേൻ, ആ പാപത്തെ പറയാണ്, നിങ്ങൾ മോഹിക്കരുത്. അവിടെ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. ആമേൻ. ആരുടെയും ഒന്നിനെയും മോഹിക്കാൻ പാടില്ല. നമ്മുടേതല്ലാത്തത് ഒന്നിനെയും നമ്മൾ മോഹിക്കാൻ പാടില്ല. പക്ഷെ അവർ തിരിച്ചു കളഞ്ഞു, 2ആക്കി. ഒരെണ്ണം മുകളിൽ 2-ാം കൽപ്പന മാറ്റി. കാരണം പള്ളിക്കകത്ത് മുഴുവൻ അതല്ലേ വെച്ചേക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ചോദിക്കത്തില്ലേ, ഈ പള്ളിക്കകത്ത് മുഴുവൻ നിരത്തി വെച്ചേക്കല്ലേ. അപ്പൊ ഈ ഇതിനെ തികയ്ക്കുകയും ചെയ്യും. പക്ഷെ നിനക്കറിയാമോ, മോശയ്ക്ക് കാണാൻ പറ്റാത്ത, ആമേൻ, പാപമാണ് മോഹം, അകൃത്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അകൃത്യം ശിക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ പറയാം, നമ്മളോട് ഒപ്പം ഇരുന്ന് ഇപ്പോൾ നമ്മള് ഒന്നിച്ചിരിക്കുകയാണ്, ഒന്നിച്ച് ഓൺലൈനിൽ ഇരിക്കുകയാണ്. ആമേൻ. പക്ഷെ ആർക്കും ആരുടെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല.
ആമേൻ. ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ നടക്കുക. ഓൺലൈൻ മീറ്റിങ്ങുകളെല്ലാം അങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രസംഗകൻ മാത്രം ആമേൻ വീഡിയോ ഓൺ ചെയ്യും, ബാക്കി അദ്ദേഹം ഇങ്ങനെ പിന്നെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടാബിലോ ഒക്കെ നോക്കി, മൊബൈലിൽ നോക്കി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെ എങ്ങനെയായിരിക്കുന്നു. ആമേ, പലപ്പോഴും ഇതൊക്കെ ഓണായി പോകുന്നത് കാണാം, അൺമ്യൂട്ടായി പോകുന്നത് കാണാം. അപ്പൊ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആമേൻ മോശയ്ക്ക് ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം, മോഹിക്കരുത്. നമ്മുടെ അടുക്കലിരുന്ന് ആരാധിക്കുന്നവന്റെ പോലും ആമേൻ നമ്മുടെ അടുക്കലിരുന്ന് ആരാധിക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ഈ മോഹം അവന്റെ ഉള്ളിൽ ജനിച്ചാൽ, മോഹമെന്ന പാപം ചെയ്തുകൊണ്ട് അടുക്കലിരുന്ന് ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇതിനെ ലംഘിക്കാൻ കഴിയത്തില്ല, അല്ല അതിനെ ശിക്ഷിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്താ കാണില്ല. നമ്മുടെ അടുക്കലിരുന്നു കൊണ്ട് ഈ മോഹിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. മോശയ്ക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഇതിന് ശിക്ഷയില്ല. എന്നാൽ ഇത് ശിക്ഷിക്കപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അല്ലേ നമുക്ക് രക്ഷയുള്ളൂ. കാണുന്നതിനെ മാത്രം, ലംഘിക്കുന്നതിനെ മാത്രം ശിക്ഷാ നടപടികളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും മറവായിരിക്കുന്നില്ല. പക്ഷേ ഇതിനെ ആര് ശിക്ഷിക്കും? ഇതിനൊരു മോചനം വേണ്ടേ? അടുക്കലിരുന്ന് മോഹിച്ചാൽ, അടുക്കലിരുന്ന് ദൈവത്തിന്റെ വചനം ലംഘിച്ചാൽ, ആമേൻ, ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയാണ്. പക്ഷേ അടുക്കലിരുന്ന് മോഹമെന്ന് പറയുന്ന പാപം ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ അതിനൊരു മോചനം വേണ്ടേ? അതിന് മോചനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ സ്നേഹത്തെ നോക്കിക്കൊണ്ട്, ഇതാ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുവിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം ഓരോരുത്തരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവന്റെ മേൽ ചുമത്തി. 53-ാം അധ്യായത്തിലാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എന്റെ പ്രിയരെ, ആമേൻ, നമ്മൾ പുറമേ ചെയ്ത പാപത്തിന് അവൻ പുറമേ അടിയേറ്റു. ആകമേ ചെയ്ത പാപത്തിനും യേശു ക്രിസ്തു പരിഹാരം വരുത്തി. എവിടെ പരിഹാരം വരുത്തി? കാൽവരി ക്രൂശിൽ. നമ്മുടെ ആകൃത്യ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. പ്രിയരെ, ഈ മഹാസ്നേഹം, ഹല്ലേലൂയ, മോശയ്ക്ക് കാണാൻ കഴിയാത്ത, ന്യായപ്രമാണത്തിന് കാണാൻ കഴിയാത്ത, ആമേൻ, പാപം ലംഘിച്ചാൽ, പാപം ചെയ്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എവിടെ ശിക്ഷിക്കപ്പെടും? രക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാതിരിക്കുമ്പോ നമ്മുടെ രഹസ്യങ്ങളെ പരസ്യമായി കാണുന്ന സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യ നിമിത്തം തകർക്കപ്പെട്ടു. പ്രിയരെ, ഹല്ലേലൂയ, ഈ സന്തോഷ വാർത്ത നാം അറിയാതെ പോകരുത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ന്യായപ്രമാണത്തിന്റെയും ആമേൻ, ഹല്ലേലൂയ, കൃപയുടെയും പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ന്യായപ്രമാണം കൽപ്പനകളും ചട്ടങ്ങളുമാണെങ്കിൽ ആമേൻ, കൃപയുടെ പ്രത്യേകത, ഹല്ലേലൂയ, അത് കൽപ്പിക്കുകയല്ല, അത് അപേക്ഷിക്കുകയാണ്. മോനെ, മോളെ, മടങ്ങി വരണം. ആമേൻ. നീ ദൈവത്തോട് നിരന്നുകൊള്ളണം. എന്താണ് അപേക്ഷ? നീ ദൈവത്തോട് നിരന്നുകൊള്ളുക. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്?
ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. ഒരു വ്യക്തിക്കും രക്ഷപ്പെടുവാൻ യാതൊരു മാർഗമില്ലാതിരിക്കുമ്പോ കൃപ പറയുകയാണ് കുഞ്ഞുങ്ങളെ. ആമേൻ, ഹല്ലേലൂയ. അവനിൽ നമുക്ക് പാപക്ഷമയുടെ മോചനമുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട്. ഹല്ലേലൂയ. രഹസ്യ പാപത്തിനും മോചനമുണ്ട്, പരസ്യ പാപത്തിനും മോചനമുണ്ട്. ഇത് രണ്ടും കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി നിവർത്തിക്കപ്പെട്ടു എന്നുള്ള, ഹല്ലേലൂയ, മോശയ്ക്ക് ന്യായപ്രമാണത്തിന് ശിക്ഷിക്കുവാൻ കഴിയാത്ത ആമേൻ അകൃത്യമെന്ന രഹസ്യ പാപത്തിനും യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി മാറി. ഇതാണ് യേശു ക്രിസ്തുവിന്റെ മഹാ സ്നേഹത്തിന്റെ പ്രത്യേകത. ഇത് നാം അറിയാതെ പോകരുത്. അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയോ ആരും അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി വരാം. കാൽവരി ക്രൂശിൻ ചുവട്ടിലേക്ക് ഓടി വരാം. കാൽവരി ക്രൂശിൻ ചുവട്ടിലേക്ക് ഓടി വന്ന് കർത്താവേ നിരക്കാൻ നമുക്ക് ദൈവം പ്രമാണം തന്നിട്ടുണ്ട്. നമുക്ക് നിരക്കാം. കാൽവരി ക്രൂശിൽ എല്ലാറ്റിനും നിരപ്പുണ്ട്. ഈ ക്രൂശിൻ ചുവട്ടിൽ നിരപ്പുണ്ട് പ്രിയരെ. യേശു ക്രിസ്തു സകലതും നിവർത്തിയാക്കി. നമുക്ക് വേണ്ടി ഇനി ഒന്നും വെച്ചിട്ടില്ല. നാം ദൈവസന്നിധിയിലേക്ക് ഓടി വന്ന് ദൈവത്തോട് അഭയയാചന കഴിച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമേ അപ്പാ, എന്റെ അറിയാതെ ചെയ്തു പോയ രഹസ്യ പാപങ്ങൾക്ക് എനിക്ക് പരിഹാരം തരണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോ സ്വർഗത്തിലെ ദൈവം നമ്മോട് ക്ഷമിക്കും. ഇതാണ് അതിക്രമവും അകൃത്യവും തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ട് കാര്യങ്ങളെ ഇന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. സമയം തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ ചിന്തയായിരിക്കും, എന്താണ് ഈ അതിക്രമവും അകൃത്യവും തമ്മിലുള്ള? അകൃത്യം രഹസ്യപാപമാണ്. ഇത് നാം മറന്നു പോകരുത്. പലരും ഇത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് തെറ്റിലകപ്പെട്ടു പോകുന്നത്. പക്ഷേ കർത്താവ് എല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ജോൺ വിൽസൺ സാറിനോടുള്ള ഒപ്പം തന്നെ ചിക്കാഗോ പ്രയർ ലൈനിന്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആലപ്പുഴയിൽ സ്വദേശിയാണ്. പ്രോപ്പർ ആലപ്പുഴയിലാണ്. ഇന്ന് പരസ്യയോഗം ഉണ്ട്. ഞങ്ങൾക്ക് 9 മണിക്ക്, കൃത്യം 9 മണിക്ക് ഞങ്ങൾ ഒരു പട്ടാളച്ചിട്ടയിൽ തന്നെയാണ് പരസ്യങ്ങളൊക്കെ അടുത്ത്. കൃത്യം 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. മറ്റുള്ളവർ വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.